السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد اتقوا الله عباد الله. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി അൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ കർമ്മങ്ങൾ എന്ന് പറയുന്നത് അത് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന, അതായത് ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രത്യേകമായി ചെയ്യേണ്ടുന്ന ഒരു കർമ്മത്തെ സംബന്ധിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഫഅക്തിറൂ ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തഹ്മീദി വത്തസ്ബീഹി വത്തക്ബീർ. നിങ്ങൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്നും അൽഹംദുലില്ലാഹ് എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അല്ലാഹു അക്ബർ എന്നും ഇങ്ങനെയുള്ള അദ്കാറുകൾ നിങ്ങൾ അധികരിപ്പിച്ചു കൊള്ളുക എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ് ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ദുൽഖഅദ 30 ഇന്ന് മഗ്രിബോടുകൂടി ദുൽഹിജ്ജയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ പ്രവേശിച്ചത് മുതൽ കൂടുതലായിക്കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക, തസ്ബീഹും തഹ്മീദും അതുപോലെ തന്നെ തക്ബീറും തഹ്ലീലും ഒക്കെ ചൊല്ലിക്കൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദിവസം മഗ്രിബ് തൊട്ട് നമുക്ക് ശറഅാക്കുന്ന, നിയമമാക്കുന്ന മറ്റൊരു കാര്യമാണ് തക്ബീറുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. തക്ബീറുകൾ 2 രൂപത്തിലാണുള്ളത്. ഒന്ന് തക്ബീറുൻ മുത്ലഖ്, 2 തക്ബീറുൻ മുഖയ്യദ്. തക്ബീർ മുത്ലഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖഅദ പിറന്നത് തൊട്ട് നമ്മൾ ചൊല്ലുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നുള്ള പ്രാർത്ഥന, എന്നുള്ള ദിക്ർ. ആ ദിക്ർ എല്ലായ്പ്പോഴും നമുക്ക് ചൊല്ലാം. അതായത് പിന്നെ നിസ്കാരത്തിന് മുമ്പായിക്കോട്ടെ, ശേഷമായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ അങ്ങാടികളിലായിക്കൊള്ളട്ടെ, ഏത് സമയത്തായിക്കൊള്ളട്ടെ നമ്മളത് എന്ത് ചെയ്യുക, ഉറക്കെ ചൊല്ലാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രമിക്കുക. എന്നാൽ തക്ബീർ മുഖയ്യദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറഫാ ദിവസം, അതായത് നമുക്കാണെങ്കിൽ വെള്ളിയാഴ്ചത്തെ ദിവസം, അതായത് ഈ വെള്ളിയാഴ്ച അല്ല, അതിൻ്റെ അപ്പുറത്തുള്ള വെള്ളിയാഴ്ച അറഫാ ദിവസം ഫജ്ർ നമസ്കരിച്ചത് മുതൽ ഓരോ നിസ്കാരത്തിൻ്റെയും പിറകിലായിക്കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചൊല്ലുന്ന തക്ബീർ, ഇതേ തക്ബീർ തന്നെ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ നിസ്കാരത്തിന് പിറകിലായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ചൊല്ലുക. അത് ഏത് ദിവസം വരെ ചൊല്ലണം? അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസം എന്ന് പറഞ്ഞാൽ 11, 12, 13 അന്ന് അസ്ർ നമസ്കരിക്കുമ്പോൾ അസ്ർ നിസ്കരിച്ചതിൻ്റെ ശേഷവും ചൊല്ലുക. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഇല്ല, അസ്ർ വരെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും പിറകിലായിക്കൊണ്ടും നമുക്ക് ചൊല്ലുകയും ചെയ്യാം. അതാണ് തക്ബീർ മുത്ലഖും തക്ബീർ മുഖയ്യദും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. കൂടുതലായിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.